ഹായ് ഹലോ, നമ്മളിന്ന് ഹാങ്ങിങ് ഇയറിങ്സ് ഓർഗനൈസ് ചെയ്യാൻ പറ്റിയ ഒരു ഇയറിംഗ് ഹോൾഡറാണ് ഉണ്ടാക്കാനായിട്ട് പോണത്. അതിനായിട്ട് ഞാനിവിടെ ബാംബൂ സ്റ്റിക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 20 സെൻറ്റിമീറ്റർ നീളമുള്ള 4 എണ്ണം, അതുപോലെ 12 സെൻറ്റിമീറ്റർ, 7 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ വീതമുള്ള 4 എണ്ണം വെച്ചിട്ട് ബാംബൂ സ്റ്റിക്സ് ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലത്തെ 12 സെൻറ്റിമീറ്റർ നീളമുള്ള ബാംബൂ സ്റ്റിക്കാണ് നമ്മൾ ആദ്യം യൂസ് ചെയ്യാനായിട്ട് പോണത്. അത് ഇതുപോലെ ബേസായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. സ്ക്വയർ ഷേപ്പിലാണ് നമുക്ക് കിട്ടുക. ഈ രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഈ കോർണറുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യണത്. നമുക്ക് ഫെവിക്കോളോ അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ വെച്ചിട്ട് ഇതിൻ്റെ ബേസ് ഞാനിവിടെ റെഡിയാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ബാംബൂ സ്റ്റിക്സ് എടുക്കുക, 4 എണ്ണം. അതിൽ 2 എണ്ണം എടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതായത് ഒരു സൈഡ് ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക, മറ്റേ സൈഡ് നമ്മളുടെ ബേസില്ലേ അതിൻ്റെ കോർണറുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഇതിൽ കാണുന്ന രീതിയിൽ നമ്മൾ വെച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു കോർണറിൽ മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒരു രീതിയിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാനിതൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ ഒട്ടിച്ചതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ബാക്കിയുള്ള 2 സ്റ്റിക്ക് കൂടി ഇതുപോലെ വെച്ച് കൊടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ. ആ ഒരു രീതിയിൽ വെച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു അറ്റം മാത്രം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ആംഗിളിലുള്ള 2 എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന് നമ്മൾ ഇതുപോലെ ഉയർത്തി വെച്ച് കൊടുക്കുക. നമ്മളുടെ ബേസിൻ്റെ മേലെ കയറ്റി വെച്ച് കൊടുക്കുക കേട്ടോ, ഈ ഒരു രീതിയിൽ. അതിനുശേഷം ഇതിൻ്റെ മുകൾ ഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുക്കുക. നടുക്കിലേക്ക് വേണം ചേർത്ത് വെച്ച് കൊടുക്കാൻ. നമ്മളുടെ പിരമിഡിലെ ആ ഒരു ഷേപ്പാണ് ഇതിനുണ്ടാവുക. എന്നിട്ട് ഏറ്റവും മുകളിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ദാ ഇങ്ങനെയാണ് ഉണ്ടാവുക. അതിനുശേഷം നമ്മളുടെ ബേസിൻ്റെ 4 കോർണറിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മളുടെ ഈ ഒരു ഭാഗം ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഒരു പിരമിഡിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ബാംബൂ സ്റ്റിക്സ് എടുക്കുക. അതിൽ വലുതുമുണ്ട് ചെറുതുമുണ്ട്. ഓരോന്ന് വീതം എടുത്തിട്ട് ആ വലിയ സ്റ്റിക്കിൻ്റെ 2 അറ്റത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ, അത് എവിടെയാണോ കറക്റ്റായിട്ട് ഫിറ്റ് ആവണത് ആ ഒരു രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ചെറിയ ബാംബൂ സ്റ്റിക്ക് എടുക്കുക. അതിൻ്റെ 2 അറ്റത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മൾ നേരത്തെ ഒട്ടിച്ചതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. ഇതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ചുറ്റും ഈ വലിയ സ്റ്റിക്കും ചെറിയ സ്റ്റിക്കും ഒട്ടിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഒട്ടിക്കാനായിട്ട് പോണത് ബീഡ്സ് ആണ്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല, ഓപ്ഷനിലാണ്. ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യണമെന്നേ ഉള്ളൂ. ആദ്യം തന്നെ 4 എണ്ണം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് മുകൾ ഭാഗത്തായിട്ട്. അതിൻ്റെ മുകളിലായിട്ട് 1 എണ്ണം കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഗോൾഡൻ കളർ ആക്രിലിക് പെയിൻ്റ് ആണ് ഇതിൽ അടിച്ചു കൊടുക്കാനായിട്ട് പോണത്. അങ്ങനെ നമ്മളുടെ കയ്യിലുള്ള ഹാങ്ങിങ് ഇയറിങ്സൊക്കെ ഇതിൽ ഹാങ് ചെയ്തിടാം. ഏകദേശം ഒരു 25 ജോഡി ഇതിൽ ഹാങ് ചെയ്തിടാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വലിയ സൈസിൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സൈസ് കൂട്ടി ബാംബൂ സ്റ്റിക്സ് കട്ട് ചെയ്തെടുക്കാം. ഇത് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ മാത്രമല്ല, നമ്മളുടെ ഡ്രസ്സിങ് ടേബിളിൽ നമ്മളുടെ ഇയറിങ്സൊക്കെ ഹാങ് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്ത് വെക്കാനും നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, മടി കൂടാതെ ലൈക്ക് അടിക്കുക, പിന്നെ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. ഇങ്ങനൊരു ചാനലുണ്ടെന്ന് പറയുക, വീഡിയോസ് കണ്ടുവെക്കാൻ പറയുക. അതുപോലെ ചാനൽ മറക്കാണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്